ലഹരിക്കും അക്രമത്തിനുമെതിരെയുള്ള ഈദ്ഗാഹുകളിൽ ഇസ്ലാം മത പണ്ഡിതരുടെ സന്ദേശം. വിവിധയിടങ്ങളിൽ ഈദ് നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഭക്തിയുടെയും സാഹോദര്യത്തിന്റെയും ഈദ്ഗാഹുകളിൽ ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെയുള്ള സന്ദേശങ്ങൾ ഉയർന്നു. ലഹരി ഉപയോഗിക്കരുത് എന്ന പ്രവാചക വചനം ഓർക്കണമെന്നും ലഹരിക്കെതിരായ സർക്കാർ നടപടി തുടരണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മയക്കുമരുന്നിനെതിരെയുള്ള ശബ്ദത്തിന് എല്ലാ ആളുകളും സഹായിക്കുകയും സഹകരിക്കുകയും വേണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, കോഴിക്കോട്ടെ വിദ്യാർത്ഥിയുടെ കൊലപാതകം എന്നിവ പരാമർശിച്ചായിരുന്നു പാളയം ഇമാം VP സുഹൈബ് മൗലവിയുടെ ഈദ് സന്ദേശം. ലഹരിക്കെതിരെയുള്ള പ്രചാരണങ്ങളെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കണം. റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരിയടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും. എറണാകുളം കലൂരിലും മലപ്പുറം സ്വലാത്ത് നഗറിലും വിശ്വാസികൾ ഈദ് നമസ്കാരത്തിന് ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. എറണാകുളം തൃക്കാക്കര മലയപ്പള്ളി ജുമാ മസ്ജിദിൽ വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. നാടിനെയും നശിപ്പിക്കുന്ന ശത്രു, എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ്. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ 24 തിരുവനന്തപുരം.